Hello friends, welcome to my YouTube channel, The Professional Social Worker. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് CASW ഈക്വലൻസി കിട്ടിയതിന് ശേഷം സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ്. ഞാനെപ്പോഴും എൻ്റെ ചാനലിൽ ഇടാറുള്ളത് ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച് ഞാൻ അതിൻ്റെ എലിജിബിലിറ്റി നേടിയതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ CASW ഈക്വലൻസി വീഡിയോ ചെയ്തത് എനിക്ക് CASW സോഷ്യൽ വർക്ക് ഈക്വലൻസി കിട്ടിയതിന് ശേഷമാണ്. ലേറ്റർ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ID നമ്പർ അടക്കം കിട്ടി. സോ ഐ തോട്ട് ദാറ്റ് ആ ഒരു ഐഡിയ ലൈക്ക് എങ്ങനെയാണ് ഞാൻ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ ഇരുന്നിട്ട് തന്നെ ചെയ്തത് എന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ CASWൻ്റെ ഈക്വലൻസി നേടിയതിന് ശേഷമാണ് ഞാൻ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈക്വലൻസി നേടിയതിന് ശേഷം നമുക്ക് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷന് നമ്മുടെ പ്രൊവിൻസ് ഏതാണോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അവർ CASW ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് പ്രൊവിൻസിലാണ്, ഇപ്പോൾ ഞാൻ ചെയ്തത് ഓണ്ടാരിയോ ആയതുകൊണ്ട് OCSW SSWയിലേക്ക് അവർ മെയിൽ അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള 1-2 ഡൗട്ട്സ് ഞാൻ കണ്ടു നിങ്ങളുടെ ഈ ഒരു CASW വീഡിയോൻ്റെ അണ്ടറിൽ. അതിൽ ഫസ്റ്റത്തെ ഡൗട്ടായിരുന്നു IELTS മാൻഡേറ്ററി ആണോ എന്നുള്ളത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ CASW ഈക്വലൻസി കിട്ടാനും അതേപോലെ നമുക്ക് രജിസ്റ്റേർഡ് പ്രാക്ടീഷണറായിട്ട് RSW ആവാനും നമുക്ക് IELTS മാൻഡേറ്ററി അല്ല. പിന്നെ കണ്ടൊരു ഡൗട്ടാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അയക്കണമെന്ന്. അത് കമ്പൽസറി ആണ്. പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് CASWൻ്റെ സൈറ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റിയോട് കൂടെ. ആ വീഡിയോസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഷുഡ് ബി സെൻഡ് ഡയറക്റ്റ്ലി ബൈ ദ കോളേജ് എന്ന്. നമ്മളല്ല സെൻഡ് ചെയ്യേണ്ടത്, നമ്മുടെ കോളേജ് ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു സോഷ്യൽ വർക്ക് രജിസ്ട്രേഷന് വേണ്ട ഫീസിനെ കുറിച്ചിട്ട്, ഫീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ CASW ഈക്വലൻസിക്ക് നമുക്ക് വേണ്ടത് ഒരു നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 25,000 to 30,000 ഇടയിലാണ് നമ്മുടെ നാട്ടിലെ ഫീസ്. അപ്പോൾ അതിലവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈക്വലൻസിക്കുള്ള എല്ലാ പ്രോസസ്സും പാർട്ട് 1 2 3 ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കാം. ഞാൻ എല്ലാം ചെയ്തതിന് ശേഷമായിരുന്നു എൻ്റെ ഫീസ് അടച്ചത്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ നിങ്ങൾക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യുള്ളൂ. അൺലെസ് ആൻഡ് അണ്ടിൽ അവരത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയില്ല. അതുവരെ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പറഞ്ഞതെല്ലാം കള്ളത്തരാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീസ് ഒന്നും തിരിച്ച് നമ്മളിലേക്ക് എത്തില്ല. സോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ട് ചെയ്യുക. കാരണം നമ്മൾ ഈ അടയ്ക്കുന്ന ഒരു ഫീസ് ഒരു 25,000 to 30,000 ഇടയിലുള്ള അത്രയും എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ടബിൾ അല്ല. സോ വൺസ് നമ്മൾ അടയ്ക്കണേക്കാൾ മുന്നേ നമ്മൾ വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അയച്ചിട്ടുണ്ടോ അതെല്ലാം അവർക്ക് കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫീസിലേക്ക് പോവുക എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബട്ട് ഫീസ് നിങ്ങൾ ഇനീഷ്യലി അടച്ചാലും ഓക്കെയാണ്. ഈ ഈക്വലൻസി കിട്ടിയുമ്പോൾ തന്നെ നമ്മളോടൊരു ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു 3rd പാർട്ടിലായിട്ട് CASW നമ്മളോടൊരു കാര്യം ചോദിക്കും. ഒരു വെയ്ഫർ ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അതിൽ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊവിൻസിലേക്ക് ഡയറക്റ്റായിട്ട് CASW നമ്മളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അയക്കും. അപ്പോൾ ഏതാ പ്രൊവിൻസ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഓണ്ടാരിയോ ആയതുകൊണ്ട് ഞാൻ ഓണ്ടാരിയോ പ്രൊവിൻസ് ആയതുകൊണ്ട് തന്നെ ഓണ്ടാരിയോയിലുള്ള സോഷ്യൽ വർക്ക് കോളേജ്, അതാണ് OCSW SSW, അവരാണ് എന്ന് ഞാൻ വെയ്ഫർ ഫോമിൽ പാർട്ട് 3 CASW രജിസ്ട്രേഷൻ്റെ സമയത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡയറക്റ്റ് നമ്മളുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാനഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഈക്വലൻസി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഓണ്ടാരിയോ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ ചെന്നിട്ട് അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്, സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേയേറെ വീഡിയോസ് നോക്കിയപ്പോൾ ഒന്നിലും മലയാളത്തിൽ അവൈലബിൾ ആയിരുന്നില്ല ഒട്ടും. പിന്നെ ഞാൻ 1-2 ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടത് ഫുൾ റിന്യൂവൽ ആയിരുന്നു. നമുക്ക് വൺസ് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇയർലി അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ഫിക്സ്ഡ് പേയ്മെൻറ്റോട് കൂടെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഭയങ്കര ടഫ് സ്റ്റേജസിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് വരരുത്, നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഫീസ് സ്ട്രക്ചർ അപ്പോൾ ഞാൻ പറഞ്ഞു ഈക്വലൻസിക്ക് വേണ്ടത് ഒരു 25,000 to ഒരു 30,000 ആണ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ. ഒപ്പം തന്നെ ഈ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ഇനീഷ്യലി വേണ്ടത് ഒരു $100 ആണ്.
$100 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6,000 rupees ഇനീഷ്യലി നമ്മുടെ ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട്, സോഷ്യൽ വർക്ക് അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. അത് അവർ ഡിനേ ചെയ്യാം, എന്തോ ആവാം. അത് ഡിനേ ചെയ്താലും ആ എമൗണ്ട് നമുക്ക് ഒട്ടും റീഫണ്ടബിൾ അല്ല. അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടത് $100 ദാറ്റ് ഈസ് 6,000 ലേറ്റർ നമ്മളിത് കൊടുത്തതിന് ശേഷം അവർ നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഒരു റിപ്ലൈ മെയിൽ തരും. ഓക്കെ, നിങ്ങളുടെ ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, രജിസ്ട്രേഷൻ ഫീസ് അടച്ചോളൂ എന്ന്. അപ്പോഴാണ് നമ്മൾ ബാക്കി ഫീസ് അടയ്ക്കേണ്ടത്. അത് ഒരു $200 അടുത്തുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫീ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 60 രൂപയാണ്. അപ്പോൾ ആദ്യം ഒരു $100, പിന്നെ ഒരു $200, ഇതൊക്കെയാണ് ഏകദേശം ഇവിടുത്തെ ഫീ സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡിസംബർ 31 ആകുമ്പോൾ നമ്മൾ ജനുവരിയിൽ രജിസ്ട്രേഷൻ ചെയ്താലും, ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്താലും, ഒക്ടോബറിൽ രജിസ്ട്രേഷൻ ചെയ്താലും, ഡിസംബർ 31 കഴിഞ്ഞ് അതിൻ്റെ വാലിഡിറ്റി നമ്മൾ ഒന്നും കൂടെ റിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അടിച്ച് റിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ OCS SW അയച്ചതിന് ശേഷം അവരെനിക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒരു മെയിൽ അയച്ചത് ഇങ്ങനെയാണ്: CASWൻ്റെ റിപ്പോർട്ട് ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി CASWൻ്റെ പാർട്ട് 3 വേഫർ ഫോമിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ CASWന് ഒരു മെയിലും കൂടി അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെയൊക്കെ മെയിൽ കുറച്ച് ടൈം എടുക്കും. കാരണം ഇവരുടെ മെയിൽ അയക്കുമ്പോൾ തന്നെ അതിൽ അവർ എഴുതിയിട്ടുണ്ട്, ഡ്യൂ ടു ഹ്യൂജ് നമ്പർ ഓഫ് വോളിയം ഓഫ് മെയിൽസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ബാക്ക് ടു സോ ഈസിലി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും CASWയുടെ റിപ്ലൈ വന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നവംബർ 21 11:50 AM നിങ്ങളുടെ റിപ്പോർട്ട് ഇവർക്ക് ഓണ്ടാരിയോയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു മെയിലാണ് എനിക്ക് കിട്ടിയത്. കറക്റ്റ് അയച്ച ദിവസം തുടങ്ങി അയച്ച ടൈം അടക്കം. അപ്പോൾ ഞാൻ അത് വീണ്ടും അതൊരു മെയിലാക്കിയിട്ട് റിപ്ലൈ മെയിലായിട്ട് ഓണ്ടാരിയോയിലേക്ക് അയക്കും. അപ്പോഴാണ് അവർ ഇപ്പോൾ അവർ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോ, ഈവൻ ദോ CASW അത് നവംബറിൽ അയച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ ഇവർ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫയൽ അപ്പിയർ ആവണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെയിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, മെയിലൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മെയിൽ വന്നാൽ അതിനെക്കുറിച്ച് പഠിച്ച് റിപ്ലൈ മെയിൽ വളരെ ക്ലിയർ ആയിട്ട് കുറേ എഴുതി കൊടുക്കണം എന്നല്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ നോക്കുക. കാരണം അവർക്ക് ഹ്യൂജ് നമ്പർ ഓഫ് മെയിൽസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫുൾ മെയിൽ ഇരുന്ന് വായിക്കണം എന്നില്ല. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ ഈ CASW ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓണ്ടാരിയോന്ന് റിപ്ലൈ മെയിൽ വന്നത്, സോറി ഞങ്ങളിവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അവരിങ്ങനെ നിങ്ങളുടെ റിന്യൂവൽ നോക്കി, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, സോ നെക്സ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ്റെ ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു $200 കൂടെ അടച്ചത്. അപ്പോൾ അടയ്ക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മുടെ സാധാ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ഇൻ്റർനാഷണൽ കാർഡ് വേണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഇൻ്റർനാഷണലി ആയിട്ടുള്ള വല്ല കസിൻസോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർ വഴി അയപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻ്റർനാഷണൽ കാർഡ് യൂസ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവരെ വഴി നമുക്ക് കാശ് അയപ്പിക്കാം. നമ്മുടെ നോർമൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് നോർമലായിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഈ ഫീസ് അടച്ചതിന് ശേഷം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ. അപ്പം ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നു. ഓടിപ്പോയി അവരുടെ സൈറ്റിൽ പോയിട്ട് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ ജസ്റ്റ് ഈ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വരികയാണ്, നമ്മൾ എവിടെ വർക്ക് ചെയ്തു, അങ്ങനെ ഫുൾ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിയർ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ മാക്സിമം ഗ്യാപ്പ് ഒന്നും വരുത്താതെ നോക്കുക, കൊടുക്കുന്ന ഡീറ്റെയിൽസ് ജെന്യൂൻ ആയിട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് പോകും. ഓക്കെ, സോ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് CASW ഈക്വലൻസി കിട്ടിയതിന് ശേഷം നമ്മൾ സോഷ്യൽ വർക്ക് രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് ക്ലാരിറ്റിയോടുകൂടെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.